അപ്പം നമ്മുടെ പേപ്പർ സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് ടോട്ടല് യെസ് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെൻ്റ് ആണ്. ആൻഡ് ദെൻ സെക്കൻഡ് യൂണിറ്റ് വരുന്നത് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് ആണ്. ഓക്കെ, ദെൻ തേർഡ് യൂണിറ്റ് വരുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആൻഡ് ദെൻ ഫോർത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ദെൻ ഫൈനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതാണ് ഫിഫ്ത്ത് യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ്. ആക്ച്വലി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്താ അറിയുന്നത്? എനി ഐഡിയ? പൊതുവെ നമ്മൾ പറയാറില്ലേ, ആ കാര്യം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാറില്ലേ? അപ്പൊ എന്തായിരിക്കും മാനേജ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന ജസ്റ്റ് എന്താ നിങ്ങൾക്കൊരു ഐഡിയ ഉള്ള പറഞ്ഞു? ഓക്കെ, then management is the set of body of people who make the things done through others. Okay. Then വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? In the higher authority. Okay. Whose duty is to make planning and decision making. ഓക്കെ, നിങ്ങളെല്ലാവരും പറഞ്ഞ കറക്റ്റാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നുള്ള രീതിയിൽ ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റുമോ? സ്കൂളിന്റെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മാനേജ്മെന്റ് നോക്കുക, അവർക്ക് മാനേജ് ചെയ്യാം, എന്താ ചെയ്യേണ്ടത്, ആരെ ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യാം. ഓക്കെ ഒക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അവള് പറഞ്ഞത് കറക്റ്റ് ആണ്. ബട്ട് ടോപ്പ് എന്നല്ല, ടോപ്പ് ആവുമ്പോ അത് അഡ്മിനിസ്ട്രേഷൻ ആണ്. മാനേജ്മെന്റ് എങ്ങനെയാ കേട്ടില്ല? ഓൾറൗണ്ട് മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റില് സ്റ്റാഫ് മാനേജ്മെന്റ് വരാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ എല്ലാ ഏരിയയിലും വരില്ല. അതെ, അക്കാഡമിക്സ് ആവാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. സോ നമ്മൾ ഇതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ, ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഇതിലുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒത്തിരി ഉള്ള പോലെ ഇതിങ്ങനെ കാണുമ്പോൾ തോന്നും. പക്ഷേ ആക്ച്വലി നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് നോക്കാം. നമുക്ക് പഠിക്കാൻ ഒന്നുകൂടെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാനേ നിങ്ങൾ ഇതിലെ മെയിൻ ഹെഡിങ്സ് നോക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് സബ് ഹെഡിങ്സ് വരും. സബ് ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, എയിം, നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറില്ലേ, അതൊക്കെയാണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ്. നിങ്ങൾക്ക് യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലി? ഓക്കെ, ശരി. സോ ഇതിൽ ഫസ്റ്റ് വൺ മാനേജ്മെന്റ്. ആൻഡ് ദെൻ അടുത്ത ടോപ്പിക് ഏതാ വരുന്നത്? മെയിൻ ആയിട്ടുള്ള ടോപ്പിക് സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതിനുശേഷം വരുന്നത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, ദെൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ മെയിൻ ആയിട്ട്
ജസ്റ്റ് മിനിറ്റ്, ഇവിടെ ഒരു കമ്പോണന്റ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും ഉണ്ട്. സോ മെയിൻ ആയിട്ട് 5 ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ വരിക. എന്തൊക്കെയാണ്? മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ്, ദെൻ പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, ദെൻ കമ്പോണന്റ്സ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, ദെൻ ലാസ്റ്റ് റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പഠിക്കണം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് സ്കൂൾ മാനേജ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ എന്താണ്? കോൺസെപ്റ്റ്, മീനിങ്സ്, ഡെഫിനിഷന്, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്കൂൾ മാനേജ്മെന്റ്, പിന്നെ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്ററി എന്താണ്, നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണ്, അത് കുറച്ചുകൂടെ ഒന്നുകൂടി ഈസി ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ തന്നെ അത് രണ്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്താണെന്ന് വരുന്നുണ്ട്. പിന്നെ കമ്പോണന്റ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ദെൻ ഡയറക്ഷൻ, കോർഡിനേഷൻ, ഇവാലുവേഷൻ, റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അടുത്തൊരു ടോപ്പിക്കിൽ റിസോഴ്സ് മാനേജ്മെന്റിൽ അതിൽ സബ് ഹെഡിങ് ആയിട്ട് വരുന്ന എന്താണ്? മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് സിലബസ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഓക്കെ സ്കൂൾ മാനേജ്മെന്റ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് റഫ് നോട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്നല്ല പറഞ്ഞേ? Okay. Okay, then it's better to write. Managed. Okay. ശരി. സോ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ്. അതിൽ മാനേജ്മെന്റ് എന്നില്ല, നമ്മൾ മാനേജ് എന്നുള്ളൊരു വേർഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാനേജ്, നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഡെയിലി ലൈഫിൽ പറയുന്ന ഒരു വേർഡാണത് മാനേജ് അല്ലേ. അത് ഞാൻ മാനേജ് ചെയ്തോളാം, അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ ഡീൽ ചെയ്തോളാം എന്നല്ലേ. ഐ ക്യാൻ ഡീൽ ഇറ്റ് അല്ലേ. അത് ഞാൻ ഡീൽ ചെയ്തോളാം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. മാനേജ് എന്ന് പറയുമ്പോൾ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഡീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഈ മാനേജ് എന്നുള്ള ഒരു വേർഡ് ആക്ച്വലി അത് അതൊരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് മാനേജ് എന്നുള്ളൊരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് മാനേജിയാരെ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് മാനേജ് എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൽ ഡിഫറെൻറ്റ് ഒരു എന്താ പറയുക, ഒരു 10 ടൈപ്സ് പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട് മാൻജിയാരെ എന്നുള്ള ഇതിന്. ഓക്കെ, അപ്പോൾ ഈ മാൻജിയാരെ എന്നുള്ള വേർഡിൽ നിന്നാണ്, ഒരു ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള മാൻജിയാരയിൽ നിന്നാണ് മാനേജ് എന്ന വെർബ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ്, പീപ്പിൾ അല്ലെങ്കിൽ ടൂൾസ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ പീപ്പിൾ ആൻഡ് ടൂൾസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? പീപ്പിൾ എന്ന് പറയുമ്പോൾ അത് ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ. ആൻഡ് ദെൻ ടൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ റിസോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും എഴുതാൻ ജസ്റ്റ് ഒരു എന്താ ഒരു സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള മാൻജിയാരയിൽ നിന്നുമാണ് മാനേജ് എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡിൽ പീപ്പിൾ അല്ലെങ്കിൽ ടൂൾസ് എന്നാണ്. ഇത്ര ക്ലിയർ ആണോ? Yes, ma'am. Okay, so then next. ഓക്കെ, ഇനി അടുത്തത് പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ അമേരിക്കൻ എഡ്യൂക്കേറ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇനി പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ആക്ച്വലി ഈ ഒരു ഒറ്റ ഡെഫിനിഷൻ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇയാളുടേത് കുറച്ച് വലിയൊരു ഡെഫിനിഷൻ ആണ്.
ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ. അക്കോർഡിംഗ് ടു ഹിം, മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി പ്ലാനിങ് ദ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സസ് അതേപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സ് ഇതിനെല്ലാം സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡൈനാമിക് പ്രോസസ് ഉണ്ട്. അതിനെയാണ് മാനേജ്മെന്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ് ആക്ച്വലി അതിലെ ഓരോ സബ് യൂണിറ്റും എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവില്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ട് എന്താണോ നമ്മൾ മാനേജ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന്റെ ഗോൾസ് എന്താണോ അത്, ആ ഒരു എയിം അതിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ വെക്കുമല്ലോ. ആ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ സബ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെ ഓരോ സബ് യൂണിറ്റും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, അതേപോലെ തന്നെ വളരെ എഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹോൾ സിസ്റ്റത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പീറ്റർ എഫ് ഡ്രക്കറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് തോന്നും. പക്ഷേ നമ്മളിത് കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. നിങ്ങളിപ്പോൾ എക്സാം എഴുതുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പീറ്റർ എഫ് ഡ്രക്കറിനെ നിങ്ങൾ മെൻഷൻ ചെയ്യാതെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് പ്രോസസ്സാണ്, അത് സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ. ആൻഡ് ദെൻ ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റീവ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസിനെയും അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിനെയും സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്ത് അവിടെയുള്ള ഓരോ സബ് യൂണിറ്റിനെയും എഫിഷ്യൻ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതുപോലെ ഓരോ ഫങ്ഷൻസും എഫക്റ്റീവ്ലി മേക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഗോൾസിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ അത് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുന്നുണ്ട്. മാനേജ്മെന്റ് റെഫേഴ്സ് ടു ഓൾ ദ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ദ സക്സസ്ഫുൾ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്. അതായത് അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസും ടാർഗറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു സക്സസ്ഫുൾ അച്ചീവ്മെന്റിനും വേണ്ടിയിട്ട് എന്താണ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ ഓൾ ദ ടാസ്ക്, എല്ലാ ടാസ്കുകളും ആൻഡ് ആക്ടിവിറ്റീസ് അല്ലെ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ എന്ന് പറയുന്നത് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ എന്താ പറയുക ടാസ്കുകളും ആക്ടിവിറ്റീസും എല്ലാം എന്താണ് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് അവരത് ഡീൽ ചെയ്യുക ഫോർ ദ സക്സസ്ഫുൾ അച്ചീവ്മെന്റ് ഓഫ് ദ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. പിന്നെ ഇവിടെ തൊട്ടതായ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്, സച്ച് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്. അതാരോ ആക്ച്വലി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ. അതെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തൊട്ടുപുറത്തായിട്ട് ഇത് ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പീറ്റർ എഫ് ഡ്രക്കറിന്റെ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ മാക്സിമം നിങ്ങളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഏതാണ് നിങ്ങൾ എസ് സി ഒക്കെ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു 2 പാരഗ്രാഫ് നിങ്ങൾക്ക് ആ ഒരൊറ്റ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൽ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. എടാ നിങ്ങൾക്ക് യെല്ലോ കളർ മാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ. സോ ഇതിലിനി ജെയിംസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് പ്രിൻസിപ്പലി ദ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫേർട്സ് ഓഫ് efforts of others towards specific objectives എന്ന് പറയുന്നുണ്ട്. നമ്മൾ തൊട്ട് മേലെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, പക്ഷെ ഓരോരുത്തരായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒന്ന് നോക്കിയേ. ഓക്കെ. എഫ് ഡ്രക്കറിന്റെ തന്നെ വേറൊരു ഡെഫിനിഷൻ ആണ്, പക്ഷെ ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒന്നാണ്. മാനേജ്മെന്റ് ഈസ് ദ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജ് വർക്കേഴ്സ് ആൻഡ് വർക്ക് എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ടുള്ള ഡെഫിനേഷൻ അല്ലേ നിങ്ങൾക്ക് പഠിക്കാനും ബൈഹാർട്ട് ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും അത്.
ആൻഡ് ദെൻ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഡയറക്ടിങ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ. എന്തുകൊണ്ടായിരിക്കും മാനേജ്മെന്റ് ആർട്ട് ഓഫ് ഡയറക്ടിങ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും അവിടെ ആർട്ട് എന്ന് ഒരു വാക്ക് യൂസ് ചെയ്തെന്നറിയോ? ഞാൻ റീഡ് ചെയ്യുന്നത് ഇവിടെയാണേ. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കും മാനേജ്മെന്റ് ഈസ് ദ ആർട്ട്? ഒരു കഴിവാണ്. ലൈക്ക് അത് ഇറ്റ്സ് എ സ്കിൽ ടു മാനേജ് അതർ പീപ്പിൾ. ഫോർ എനി ആർട്ട് വി നീഡ് സം സോർട്ട് ഓഫ് സ്കിൽ. അപ്പം ഇത് ഹ്യൂമൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഹ്യൂമനെ കൊണ്ടൊരു വർക്ക് ചെയ്യാനുള്ള ഒരു ആർട്ട്, ഒരു സ്കില്ലാണ് മാനേജ്മെന്റിന് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഗുഡ്. ഓക്കെ സെമിന, ഗുഡ്. ഓക്കെ, കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും മാനേജ്മെന്റ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ആക്ച്വലി ആരിലൂടെയാണ്? അവിടെ ഹ്യൂമൻ റിസോഴ്സിലൂടെയാണ് അല്ലെ. അവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് കേട്ടോ. Okay, so then next definition, okay, management is the art of getting things done through and with people in formally organized group. അല്ലേ, കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ ഒരു ഡെഫിനേഷനും പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി മാനേജ്മെന്റ് ചോദിച്ച ടൈമിൽ അല്ലേ. ഗെറ്റിംഗ് ത്രൂ and done with people. Yes ma'am. Yes, okay, good. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ്. എന്തുകൊണ്ടായിരിക്കും അവിടെ ആർട്ടിന്റെ കൂടെ സയൻസ് എന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവുക? ബിക്കോസ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. മാനേജ്മെന്റിലും പല എക്സ്പെരിമെന്റിലൂടെയാണ് പ്രിൻസിപ്പിൾസ് ഒക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇവിടെ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ആർട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. പിന്നെ ആൻഡ് സയൻസ് ഇവിടെ എന്ന് പറയുമ്പോൾ ആർട്ടും ആൻഡ് സയൻസ്, ഇവിടെ സയൻസ് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ആർട്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ നോളജിന്റെയും അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് എന്ന് ഉപയോഗിച്ചത്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് അല്ലെ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല, അവിടെ ലീഡർഷിപ്പും കൂടി ഉണ്ടല്ലോ. അപ്പോഴാണ് ഓവറോൾ ആയിട്ടുള്ള വരിക. എന്നാൽ മാത്രമേ നമ്മൾ തൊട്ട് മേലെ പറഞ്ഞ ഡെഫിനിഷൻ ആയിട്ടൊക്കെ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. കാരണം നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ശരി. ഇനി അടുത്ത് നോക്കിയേ. ഇനി നെക്സ്റ്റ് ഇനി നിങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട്, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു 4 ഡെഫിനിഷൻ പറഞ്ഞില്ലേ, 5 ഡെഫിനിഷൻ പറഞ്ഞില്ലേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഒരു 2-3 ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ ഈ ഒരു സെക്ഷനോ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ശരി, ഇനി അടുത്ത ടോപ്പിക്സിലോട്ട് പോട്ടെ. നിങ്ങൾക്ക് ഇതുവരെ ഉള്ളത് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ശരി. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഗോത്രൂ ചെയ്യാം. ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് മാനേജ് എന്നുള്ള ഒരു വേർഡ് മാൻജിയർ എന്നുള്ള ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഡീൽ പീപ്പിൾ അല്ലെങ്കിൽ ഹാൻഡിൽ പീപ്പിൾ അല്ലെങ്കിൽ ടൂൾസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പീറ്റർ എഫ് ഡ്രക്കറിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനിഷന് അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയെന്നാൽ അത്രയും ബെറ്റർ ആണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ നേരെ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റിലോട്ട് പോവാം. അതിൽ നിങ്ങൾക്ക് ഒരു 4-5 ഡെഫിനിഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ എടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ആണ്.
നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ പറയാ നേച്ചർ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ഞാൻ ഇപ്പോൾ ഒരു ടോപ്പിക് ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ എന്താ എയിംസ് ഓഫ് മാനേജ്മെന്റ്, ഇങ്ങനെ ഡിഫറെന്റ് കൊടുക്കുന്നില്ല. ആക്ച്വലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ എയിം ഒബ്ജക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? Any idea? Semina? ഒബ്ജക്റ്റീവ് ഒരു ബിസിനസ് ഫേം സെറ്റ് ചെയ്യുന്നത് എയിം എന്ന് പറയുമ്പം അവര് ആഗ്രഹിക്കുന്നതായിരിക്കും. എയിം ടു അച്ചീവ് സം പ്രോഫിറ്റ് ലൈക്ക് ദാറ്റ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പറഞ്ഞോ. ഇയാളുടെ പേരെന്താ? ഫജറുനിസ. ഓക്കെ, ഫജറുനിസ പറയാം. എയിം എന്ന് പറഞ്ഞ ഒരു നമ്മള് അച്ചീവ് ചെയ്യാൻ പോകുന്നതിനെ വിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? അങ്ങനെ പറയാം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മള് മീൻസ് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ഉണ്ടാവില്ലേ? നമ്മൾ പലതും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. ഇതില് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഷോർട്ട് ടേമിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ്. ഏതാണ് ലോങ് ടേം? എയിം ആണോ ഒബ്ജക്റ്റീവ് ആണോ? യെസ്, വെരി ഗുഡ്. എയിം എന്ന് പറയുന്നത്, ഓക്കെ സെമിന, ഗുഡ്. ഇതിൽ എയിം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോൾ ആണ് അല്ലേ? അപ്പൊ എയിമിൽ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കൂലേ, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗോളിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ? ഫജറുനിസ പറഞ്ഞ പോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുമല്ലോ. നമ്മളെ എയിം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എയിമും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായോ? എയിം എന്ന് പറയുമ്പോൾ ലോങ് ടേം ഗോൾ ആണല്ലേ, നമ്മുടെ മെയിൻ ഗോൾ എന്താണ് നമ്മൾ സെറ്റ് ചെയ്തത്, അതാണ് എയിം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു എയിമിലോട്ട്, ആ ഗോളിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ശരി. എനിക്ക് ഇവിടെ നോക്കിയിനി നിങ്ങൾക്ക് സ്ക്രീന് ഓക്കെ ആണല്ലോ അല്ലേ? ശരി, ഓക്കെ. ഇതിലിനി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എടുത്താൽ എനിക്ക് തോന്നുന്നു ഓക്കെ, ടോട്ടൽ ഒരു 8 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കിനി നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ആക്ച്വലി നോട്ട്സ് എഴുതുന്നുണ്ടോ? നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ നിങ്ങളുടെ ഇയാളുടെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ശരി, ഞാൻ providing the PPT of these notes, it will be very helpful for us. Okay, I will do it. Okay, next class മുതൽ ചെയ്യാം കേട്ടോ. Okay, thank you. ആക്ച്വലി നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം തന്നെ കാര്യമായിരിക്കട്ടെ നമുക്ക് PPT-യിലും കൊടുക്കാനുണ്ടാവുക. കാരണം ഇത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ് ശ്രീറാം പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. എനിഹോ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളെയും 3 days കണ്ടിന്യൂസ് ആയിട്ടാണ് ക്ലാസ് എന്ന് തോന്നുന്നത്. ഞാൻ ഫ്രൈഡേക്കുള്ളിൽ നിങ്ങൾക്ക് ഉള്ള എല്ലാതും ഇതായിട്ട് നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് എല്ലാം ഞാൻ ഷെഫിക് സാറിനെ ഏൽപ്പിക്കാം കേട്ടോ. നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. ശരി, ഇനി നോക്കിയേ. ഓക്കെ, ഗുഡ്. ഇനി നോക്കിയേ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു
ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു എയിമിലോട്ട് എത്താനുള്ള സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് നോക്കിയേ. ഫസ്റ്റ് വൺ, ഹെൽപ്പിംഗ് ഇൻ ദ ടാസ്ക് ഓഫ് റണ്ണിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്. എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ടാസ്കുകൾ അല്ലേ, അതാണല്ലോ നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യുന്ന കാര്യങ്ങൾ. ആ ടാസ്കുകൾ വളരെ സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ്ലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ മാനേജറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ലീഡർഷിപ്പും അതേപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ കോൺട്രിബ്യൂഷനും ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സോ ഹെൽപ്പിംഗ് ഇൻ ദ ടാസ്ക് ഓഫ് റണ്ണിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി, വളരെ സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇനി സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ദ പോളിസീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്കറിയാം നമ്മളൊരു എയിം അവിടെ അല്ലെങ്കിൽ ഒരു ഗോൾ അല്ലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് എത്താൻ നമുക്ക് അത് സിസ്റ്റമാറ്റിക്കലി പോകണം. നമ്മൾ ഒരു ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എഫ് ഡക്കറിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ സിസ്റ്റമാറ്റിക്കലി ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റമാറ്റിക്കലി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോളിസീസ് റൂൾസ് റെഗുലേഷൻസ് ഇതെല്ലാം ഫ്രെയിം ചെയ്ത് വെക്കണം. സോ അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, ലേ ഡൗൺ ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ആ ഓർഗനൈസേഷന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ടല്ലോ അതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലും തന്നെ ഓരോ പൊസിഷൻസ് ഉണ്ടാവുമല്ലോ, ഓരോ പൊസിഷനിലും എന്താണ് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ആ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. സോ ദെൻ നെക്സ്റ്റ് വൺ അതും സെയിം തന്നെയാണ് പറയുന്നത്. എന്താ പറയാ എഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ റൈറ്റ് പൊസിഷനിൽ ആ ഒരു റൈറ്റ് പേഴ്സൺസിന് നമ്മൾ വെക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പൊസിഷനിൽ ആ പൊസിഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ് ആ പൊസിഷനിൽ ആ ആളെ വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്താണ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ ഒന്നുകൂടെ അത് ഈസിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഒരു പ്രൊഫഷണൽ ലീഡർഷിപ്പ്. നമുക്കറിയാം ഇപ്പോൾ ഒരു സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ലീഡർഷിപ്പ് വേണം. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു പ്രൊഫഷണൽ ലീഡർഷിപ്പ് ആയിരിക്കണം. പ്രൊഫഷണൽ ലീഡർഷിപ്പ് ആവുമ്പോഴേ അവിടെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളെ എന്താ പറയാ ആ എയിംസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഓരോ സ്റ്റെപ്സ് ആണ് കേട്ടോ പ്രൊഫഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിസോൾവിങ് ദ വേരിയസ് കൺഫ്ലിക്റ്റ്. ഇവിടെ നമ്മളിപ്പോ നമുക്കറിയാലോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ആളുകളുണ്ട് അല്ലെ, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം, ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കാം, ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം. അപ്പോൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ ആ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു കൺഫ്ലിക്റ്റ് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഫൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻസും എടുക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി അല്ലെ, അതാണെന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്താണ് ആക്ച്വലി ഇവിടെ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്, സ്കില്ല് ഡിഫറെന്റ് ആണ്, തോട്ട് പ്രോസസ്സിലെ തിങ്കിങ് പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതെല്ലാം പാട് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു എയിമിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ? ഓക്കെ, ശരി. അയ്യോ, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചില്ലല്ലോ, നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഫോണിലാണ് സ്ക്രീൻ ഷെയറിങ്, പക്ഷെ ഞാൻ നോക്കുന്നത് ലാപ്പിലാണ് കേട്ടോ. അപ്പൊ ഇൻ കേസ് ഞാനത്
ഓക്കെ, നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് പേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, അഥവാ ഞാനത് കാണിച്ചില്ലെങ്കിൽ. ഓക്കെ, അടുത്ത നോക്കിയ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ജോയിൻ ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പില് ഓ പറ്റുമല്ലോ ക്ലാസ്സില്. ആക്ച്വലി അത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണോ അതേ പറഞ്ഞത്. നിങ്ങൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ കൂടെ 2-3 പേര് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കേടാ, ഓക്കെ ഓക്കെ. സീനത്ത്, ഓക്കെ ഓക്കെ ശരി. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. സോ സെക്കൻഡ് തിങ്, ഇതിന് മുന്നേ ഒരു എക്സ്പ്ലനേഷൻ തരാം. മാനേജ്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺ വിത്ത് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ എന്താണ് നോൺ ഹ്യൂമൻ എന്ന് പറയുന്നത് അറിയോ? ഫിസിക്കൽ റിസോഴ്സസ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ആക്ച്വലി മാനേജ്മെന്റിൽ 2 ടൈപ്സ് ആണ് വരുന്നത്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സും വരും, അതേപോലെ തന്നെ നോൺ ഹ്യൂമൻ, അതായത് ഫിസിക്കൽ റിസോഴ്സും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ ശരി. ഇനി അടുത്തത് നോക്കിയേ, മാനേജ്മെന്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ടൈമിൽ നോക്കണ്ട. കാരണം ലാസ്റ്റ് ടൈമിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഇതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ, ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ മാനേജ്മെന്റ് ഡെഫിനിഷൻ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പോകും. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി, ഇതൊരു ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, മാനേജ്മെന്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് ഓൾറെഡി ആക്ടിവിറ്റി എന്ന് കിട്ടും, അതിന്റെ കൂടെ തന്നെ ഒരു പർപ്പസ്ഫുൾ എന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇതൊക്കെ നിങ്ങൾ എക്സാമിന് എഴുതുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഷോർട്ട് എഴുതി വെക്കാതെ ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്യണം കേട്ടോ. Okay, so it deals with the achievement of some clearly defined objectives. അല്ലെ, അവിടെ എന്താണ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതുമായിട്ട് ഓക്കെ അല്ലടാ, ഇവിടെ തന്നെ കേട്ടോ വായിക്കുന്നത്. ലാസ്റ്റ് ഭാഗം നോക്കിയേ, മാനേജ്മെന്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഇറ്റ് ഡീൽസ് വിത്ത് ദ അച്ചീവ്മെന്റ് ഓഫ് സം ക്ലിയർലി ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ദ പർപ്പസ്. അത് വേണമെന്നില്ല. ഓക്കെ, സോ ഈ 2 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, മാനേജ്മെന്റ് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഇനി തേർഡ് വൺ നോക്കിയേ, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ഇതെന്തുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്? Because the business is working in between the society. Okay. So they have to deal with the people, providing employment, opportunity, etc. Okay, fine. Okay, correct. Okay, so അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറയും. കാരണം ഒരുപാട് ആളുകൾ അതിൽ വരുന്നുണ്ട്, ഒരുപാട് മെമ്പേഴ്സ് വരുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അണ്ടറിൽ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് എന്താ പറയുക, ഒരു ഇന്റർ കണക്ഷൻസും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് പോയിന്റ്, മാനേജ്മെന്റ് ഈസ് ബോത്ത് സയൻസ്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡെഫിനിഷൻ്റെ ടൈമിൽ. മാനേജ്മെന്റ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. ഇവിടെ സയൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് തിയററ്റിക്കൽ നോളജ് ആണ്. ആർട്ട് എന്ന് പറയുന്നത് ഇവിടെ പ്രാക്ടിക്കൽ നോളജ് ആണ്. ഓക്കെ, അതിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് 2 sides ഓഫ് ദ സെയിം കോയിൻ.
ഈ സയൻസ് നമ്മൾ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. മാനേജ്മെന്റ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ആക്ച്വലി ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ മാത്രമല്ല കേട്ടോ, നിങ്ങൾ എക്സാം എഴുതുന്ന ടൈമിൽ ഇപ്പൊ മാനേജ്മെന്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷനോ അല്ലെങ്കിൽ മീനിങ്സ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. കാരണം സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് അതിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ബോത്ത് ഈ സയൻസ് ആൻഡ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ അത് തിയററ്റിക്കൽ നോളജ് ആണ് അവർ ഉദ്ദേശിച്ചത്. ആർട്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ നോളജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എഫേർട്സ് ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ എഫേർട്സിന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദെൻ മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ. ആക്ച്വലി ഇവിടെ മാനേജർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവും, പക്ഷേ ആക്ച്വലി ആ മാനേജർ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെയുള്ള വർക്കേഴ്സ് ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ആണ് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റിംഗ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റഗ്രേറ്റിംഗ് പ്രോസസ് ആണ്. അതിൽ എന്തൊക്കെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, മെൻ, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് അല്ലെ. അതാണ് നമ്മൾ ആദ്യമേ ഹ്യൂമൻ റിസോഴ്സ് എന്നും ഫിസിക്കൽ റിസോഴ്സ് എന്നും പറഞ്ഞത്. അപ്പൊ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സും അതേപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സും ആണ്. Then management aims at maximization of the profit. ഇവിടെ maximization of the profit എന്നോട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി മാക്സിമം പ്രോഫിറ്റ് കിട്ടാന്നുള്ളത് മാത്രമല്ല, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. അവിടെയുള്ള വ്യക്തികൾ നമ്മൾ എന്താ പറയുക, വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സ് ഒക്കെ മാക്സിമം നമ്മൾ, അത് മെഷീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ദെൻ മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. ഓക്കെ, then last മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി അല്ലെ. മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം യൂണിവേഴ്സൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഉള്ള ഒരു സമ്മപ്പാണ് ശരിക്കും യൂണിവേഴ്സൽ ആക്ടിവിറ്റി എന്നുള്ള ഒരൊറ്റ വേർഡ് കൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത്. Okay, management involves getting things done through and with the people. Management means getting things done skillfully from others. Yeah, these techniques and tools of management are universally applicable. Okay, ശരി. ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഇതിനിടയിൽ മാനേജ്മെന്റ് ഡെഫിനേഷൻ ചോദിച്ച ടൈമിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇതിന്റെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ദെൻ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, മീനിങ്സ് ഓഫ് മാനേജ്മെന്റ്. ഇത്ര ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇത്ര ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തത് സ്കൂൾ മാനേജ്മെന്റ്. നമുക്കറിയാലേ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹാപ്പി ഹോം. നമ്മൾ പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു സെക്കൻഡ് ഹോം ആണ് സ്കൂൾ എന്ന് പറയില്ലേ. ഇവിടെ കൊടുത്തിട്ടുള്ള സ്കൂൾ ഈസ് എ ഹാപ്പി ഹോം, എ സാക്രഡ് ഷൈൻ, എ സോഷ്യൽ സെന്റർ ആൻഡ് എ സ്റ്റേറ്റ് ഇൻ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി. നിങ്ങൾക്ക് ഇതൊന്നും എക്സാമിന് ആവശ്യം വരില്ല കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പൊ മെയിനായിട്ട് നിങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റ് എന്താണെന്നുള്ളത്, ഇപ്പൊ മാനേജ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാനേജ്മെന്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന സ്ഥാനത്ത് നമുക്ക് അവിടെ ജസ്റ്റ് സ്കൂൾ എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. സെയിം കാര്യമാണ് അല്ലെ. അപ്പൊ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്കൂൾ റൺ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്കൂൾ മാനേജ്മെന്റ് മീൻസ് റണ്ണിങ് സ്കൂൾ അലോങ് ദ ഡിസൈർഡ് എഡ്യൂക്കേഷണൽ പോളിസീസ് അല്ലെ. നമ്മൾ സ്കൂളിലാണെങ്കിൽ എന്താ പറയുക, ഒരു ഓർഗനൈസേഷന്റെ പോലെ തന്നെ അവിടെയും കുറച്ച് റൂൾസും പോളിസീസും റെഗുലേഷൻസ് എല്ലാം ഉണ്ടാവും. അതെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് എന്താ പറയുക, എഫക്റ്റീവ്ലി അത് റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ആ സെയിം കാര്യം തന്നെയാട്ടോ വീണ്ടും ഇവിടെ
റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിലോട്ട് മാനേജ്മെന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഓ, നമ്മളെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എന്താണ് കുറച്ച് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ഹ്യൂമൻസിനെയും ഫിസിക്കൽ റിസോഴ്സിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്കൂളിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ എന്താണ്, ഒരു സ്കൂൾ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവിടെ കുറച്ച് എന്താ പറയാ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ സ്കൂളിൽ ഉണ്ടാവില്ലേ. നമ്മളിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോ അതെ, അപ്പൊ നമ്മളെ സ്കൂളിൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്സിനെ വളരെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്ലി അതിനെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലിവിടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കൂൾ ഈ ഒരു ഡെഫിനിഷൻ കാണാൻ പറ്റുന്നില്ലേ? സ്കൂൾ മാനേജ്മെന്റ് മീൻസ് റണ്ണിങ് ദ സ്കൂൾ along with the desired educational policies. അതില് സ്കൂളിന്റെ റിസൾട്ട് ആവാം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇൻക്ലൂഡ് ആവുന്നത്? അതെ, ഗുഡ് വിൽ ആവാം. ഓക്കെ ഓക്കെ ഫൈൻ. നമ്മുടെ സ്കൂളിൽ മെയിൻ ആയിട്ട് അതാണല്ലോ വരിക, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതും അത് മാത്രമല്ല, പിന്നെ എന്താണ്, ടീച്ചേഴ്സ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അവിടെയുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അത് ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ എന്താ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഡെയിലി ഷെഡ്യൂളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ് ഓർഗനൈസേഷൻ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, ഓക്കെ, ഇതിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട്, അതിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത്. സോ അത് നോക്കിയേ, ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ബേസ്ഡ് അല്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ സെയിം കാര്യം തന്നെയാണ് അല്ലേ, റിപ്പീറ്റ് ചെയ്ത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്. ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്ന രീതിയിലാവുമ്പോഴല്ലേ നമുക്കതൊരു അവിടെ ഒരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കണം. ആൻഡ് ദെൻ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഒരു സ്കൂൾ മാനേജ്മെന്റ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷനും എന്താണ്, ക്വാളിറ്റി ഉണ്ടാവും അല്ലേ. ആ ഒരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും എന്താ പറയാ ഒരു 90% അല്ലെങ്കിൽ 100% ഷുവർ ആയിരിക്കും. അടുത്തത് വരുന്നത് ഹെഡ് മാസ്റ്റർ. Okay, so next headmaster, then the best use of resources. അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ മെയിൻ ആയിട്ട് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റ് അതൊരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കണം, എങ്കിൽ അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. ഒരു ഓവറോൾ സ്കൂൾ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹെഡ് മാസ്റ്ററിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദെൻ ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ റിസോഴ്സസ്. നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയാ ലൈബ്രറി, എന്താ പറയാ, ദെൻ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെ അവിടുത്തെ റിസോഴ്സസ് ആണ് അല്ലേ. അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു മാക്സിമം എന്താ പറയാ നമ്മള് അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസും സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിലുള്ള റിസോഴ്സസ് എല്ലാം മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ അതെല്ലാം അവരെല്ലാവരും അത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയിൽ ആയിരിക്കണം.
ഇനി അടുത്തത് വരുന്നത് ജോയിന്റ് എന്റർപ്രൈസ് എന്നാണ് വരുന്നത്. അതായത് അവിടെ ഒരു ആക്ച്വലി ഒരു ബിസിനസ് പോലെയല്ലേ, എല്ലാവരും കണക്റ്റഡ് അല്ലേ. സ്കൂൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണല്ലോ ഒരു സ്കൂൾ ബേസ്ഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഗ്രോത്ത് ആണ്. ശരിക്കും ഒരു സ്കൂളിൽ എന്താ പറയുക, ഒരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് മാത്രമല്ല പ്രൊഫഷണൽ ഗ്രോത്ത് വരുന്നത് അല്ലേ, ടീച്ചേഴ്സിനും അവിടുത്തെ സ്റ്റാഫിനും എല്ലാം ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ബേസിക്കലി അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഓവറോൾ ഒരു എഫിഷ്യൻസിയും അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലേ. ഒരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു എന്താ പറയാ, ആ സ്കൂളിലെ ഒരു മാനേജ്മെന്റ് അതങ്ങ് ബാലൻസ് ചെയ്തു പോവുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് നടന്നിരിക്കണം അല്ലേ. ഓൾറെഡി നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും, ഒരു എയിം നമുക്കുണ്ട്, അതിന് വേണ്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ഇത് ജസ്റ്റ് ഫോളോ ചെയ്യുന്നത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല അല്ലെ. നമ്മളത് ഡെയിലി നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പോഴാണ് അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ എന്നും പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ മാക്സിമം ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ എന്താണ് നമുക്ക് ആ ഒരു മാക്സിമം അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുള്ളൂ.